കാണിച്ചത് ധനീഷാണ്. ധനീഷ് തമിഴ്നാട്ടിൽ വെച്ചൊരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. പിന്നെ കാണിച്ച ആശാ ബോസ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് മരിച്ചത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർ നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ് അയച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ പ്ലേ ചെയ്ത് തുടർന്ന് അതങ്ങ് മാറ്റിയിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങാം എന്നാണ്. ഹായ്, ഞാൻ ചെറിയാൻ. ഇതെന്റെ വൈഫ് നിഷിൽ. ഇതെന്റെ മൂത്ത മോള് ആൻഡ്രിയ. ഇത് 3 മാസമായ എന്റെ ഒരു കുഞ്ഞു കൊച്ചൻ എയ്തർ. ഞങ്ങൾ ഫാമിലിയായിട്ട് കാനഡയിലാണ്. ഓട്ടോഗ്രാഫ് 98 പ്രോഗ്രാം നടത്തുന്ന എല്ലാവർക്കും, എന്റെ ഗുരുക്കന്മാർക്കും എന്റെ സഹപാഠികൾക്കും എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് നേരുന്നു. അതോടൊപ്പം വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എൻ്റെ പേര് ഷിജോ രാജപ്പൻ. ഞാൻ 10 വീലാണ് പഠിച്ചത്. ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന സാറുമാർക്കും ടീച്ചർമാർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഹായ് ഗായ്സ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വർഗീസ് ഇ മാത്യു. 10 ബിയിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു, കാലാപാനി. നിങ്ങളെല്ലാവരും ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഇങ്ങനൊരു സംരംഭം കൂട്ടിവരുത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഗുരുക്കന്മാർക്കൊക്കെ നന്ദി പറയുന്നു. എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുഖമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അരുൺ വി മോഹൻ 10 സിയിലാണ് പഠിച്ചത്. ഇന്ന് അവിടെ എത്തി എല്ലാവരെയും നേരിൽ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജോലി സംബന്ധമായ ഒരു യാത്രയിലായതിനാൽ ഇന്ന് അവിടെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഭാര്യയോടും 2 കുട്ടികളോടുമൊത്ത് ഞാൻ ബാംഗ്ലൂരാണ് താമസമാക്കിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ വൻ വിജയത്തിനായി പരിശ്രമിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജി ജോർജ്. 10 ഡിയിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാനിപ്പോൾ മസ്കറ്റിലാണുള്ളത്. ഇവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഗുരുജനങ്ങളെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിർഭാഗ്യവശാൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ആദ്യമായി ഈ ഒരു ഓട്ടോഗ്രാഫ് എന്ന നമ്മുടെ കൂട്ടായ്മ ഇത് നടത്തുവാൻ വേണ്ടി പ്രയത്നിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു പുതുവത്സര ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഗൈസ്, ഞാൻ ഷാൻവിൻ തിലകൻ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ 10th പഠിച്ചതാണ്. ഡിവിഷൻ ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്നുള്ളത്. സ്റ്റേജിന് താഴെയുള്ള ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ഇത് വൈഫ് അരുന്ധതി. ഞങ്ങൾ ദുബായിലാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് ലോജിസ്റ്റിക്സ് ആയിരുന്നു. ലോജിസ്റ്റിക്സിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വൈഫും വർക്കിംഗ് ആണ്. ഒരു കുഞ്ഞുണ്ട് ഞങ്ങൾക്ക്. പിന്നെ നിങ്ങളെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം എത്താൻ പറ്റില്ല. ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടേ പിന്നെയും വരുള്ളൂ. ഇനി വരുമ്പം കാണാം. ഓൾ ദ ബെസ്റ്റ്. സ്വാഗതം ആശംസിക്കാനായി വിപിൻ രാജിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1998 SLC ബാച്ചിൽ ഒരു വീരൻ എന്ന് പറഞ്ഞത് വളരെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. എൻ്റെ നല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നുണ്ട്. ഇതിന് വളരെ ഇപ്പം ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 5 വർഷം എടുക്കുകയുണ്ടായി. അതായത് 1998 നമ്മൾ സെന്റ് ആൻഡ്രീസ് സ്കൂളിൽ കടന്നു പോയ ശേഷം പലരും ഇപ്പോൾ 21 വർഷം പൂർത്തിയായിരിക്കും. പലരും പല മേഖലകളിൽ വിരാജിക്കുമ്പോൾ വീണ്ടും ഒരിക്കലും കൂടി കാണുവാൻ എന്ന് സാധിക്കുമ്പോൾ അദ്ദേഹം ഒരു വിചാരിച്ച ആൾക്കാരെ കാണാൻ സാധിച്ചു. എല്ലാവർക്കും കടന്നു വരാൻ സാധിച്ചില്ല എങ്കിൽ കൂടി കുറച്ച് ആളുകൾക്കെങ്കിലും എത്തിച്ചേരാൻ സാധിച്ചു. അത് മാത്രമല്ല ഫാമിലിയായിട്ട് കൂടി നമുക്ക് കടന്നു വരാൻ സാധിച്ചു എന്ന് വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പഠിപ്പിച്ചിട്ട് നമ്മളെ ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ പറ്റുന്ന പറഞ്ഞാല് ജോസാറിനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ പീരീഡില് 8ാം ക്ലാസ്സിലാണോ എനിക്ക് തോന്നുന്നു
മേരിക്കുട്ടി ടീച്ചറെ മറ്റേ ഇറക്കി വിട്ടപ്പോൾ എന്തോ കാലത്ത് ക്ലാസ്സിൽ കുറെ ഇറക്കി വിട്ടു. അപ്പൊ ജോസ് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരിലെന്നാണ് സാറ് പറഞ്ഞത്, എന്തിനാണ് അവിടെ നിൽക്കുന്നത് നോക്കുന്നത് നല്ല അടിയും കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് മാക്സിമം പഠിക്കുക ക്ലാസ്സിൽ, അങ്ങനെയൊക്കെ ഒരു സമയമായിരുന്നു. എന്നാൽ ഈ പിന്നീട് ജോസാറിനെ തള്ളുന്നില്ല, ജോസാൻ അറിയാം അവർക്ക് നിൽക്കാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കാൻ പലരും ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീയൂണിയൻ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ റീയൂണിയന് ശേഷം റീയൂണിയൻ ഇപ്പോൾ ഒരു കുടുംബം കലക്കി എന്നൊരു പേരുണ്ട്. നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നുമില്ല. നമുക്കിപ്പോൾ 21 വർഷത്തിന് ശേഷം കാണുമ്പോൾ എല്ലാവരും വീണ്ടും കാണുക, ഒരു പഴയ സൗഹൃദം നിലനിർത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ഒഫീഷ്യലായിട്ട് ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലല്ല നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും വീണ്ടും കാണുക, എല്ലാവരോടും പരസ്പരം സംസാരിക്കുക. സാധാരണ എല്ലാ യൂണിയനിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കുറെ പ്രസംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രസംഗങ്ങൾ ഉദ്ഘാടന അധ്യക്ഷനും സ്വാഗതം ആശംസ ഇങ്ങനെ നീണ്ടുപോകും. ഈ പ്രോഗ്രാമിന് ശേഷം എല്ലാവരും വന്ന് കൂടുതലായി ഫുഡ് കഴിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് തിരിഞ്ഞു പോകും. അപ്പൊ ഇവർക്ക് ഈ വന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ കൂടുതൽ ചില ആൾക്കാർക്ക് പരസ്പരം നമുക്ക് അറിയണമെന്ന് കൂടുതൽ കൂടെ പഠിച്ചതാണ്. 21 വർഷത്തിന് ശേഷം ചില പേര് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കൂടുതൽ തന്നെ എല്ലാവരെയും കുറച്ചുപേരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്നാൽ തന്നെ ഇപ്പൊ 1 വർഷത്തിന് ശേഷം കണ്ട പല മുഖങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം കാണാൻ വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ എല്ലാവരും കാണാൻ സാധിച്ചത് ഒരു പ്രാരംഭം എന്ന് പറയുന്നത് 2015 ഒക്ടോബർ മാസം 22-ാം തീയതി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ രൂപീകരിക്കുന്നുണ്ടായി. അത് ഞാൻ ആ സമയത്ത് 2005 ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്തത്. 2005 എനിക്ക് ഔദ്യോഗികമായി ദുബായിക്കും കടന്ന് ജോലിയുമായി ബന്ധപ്പെട്ട് കടന്നുകൊണ്ട് വരികയും അവിടെ വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞങ്ങളിങ്ങനെ കടന്നുപോയി. അപ്പൊ അതിലെനിക്കാണ് നമ്മുടെ ബന്ധപ്പെട്ട സാധനങ്ങൾ എനിക്കുണ്ടായി. ആ സമയത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറും 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം സാധനങ്ങൾക്ക് കുറച്ച സമയം ആ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നമ്മളെ ഗ്രൂപ്പ് വികസിപ്പിക്കുകയും അതിലിപ്പോ ലാസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് നമ്മുടെ കൂടെ ലക്ഷ്യത്തോടെ വെച്ച് കൂടുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ ബോയ്സ് മാത്രം ഉണ്ടായിരുന്നു, ഗേൾസ് ഒന്നുമില്ല. നമ്മളെല്ലാവരും ആ സമയത്ത് പറഞ്ഞ എല്ലാവരും കണക്ട് ചെയ്തിരുന്നു. എങ്കിലും അന്ന് കടന്നത് ഒരു 18 പേരായിരുന്നു. അപ്പൊ ആ 18 പേര് കടന്നു വന്നപ്പോൾ അവർ ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് എല്ലാവരെയും നമ്മുടെ വീട്ടിൽ വെച്ച് കൂടട്ടെ കാണട്ടെ എന്നൊരാഗ്രഹ പ്രകാരം എല്ലാവരെയും നമ്പറുകൾ കളക്ട് ചെയ്യുകയും പരസ്പരം അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഈ പ്ലസ് 2 വരെ പിന്നെ ഡിഗ്രി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് പലരും പല രീതിയിൽ പലയിടത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരെയും വീണ്ടും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വളരെ വലിയ കാര്യമാണ്. നമ്മൾ പഠിച്ച സമയത്ത് ഈ ഫേസ്ബുക്കോ വാട്സപ്പോ ട്വിറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ സമയത്ത് ഇതിന് മാത്രം ഒരു അവസരമാണ്. ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടി വാട്സപ്പിന്റെ എല്ലാം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഗ്രൂപ്പില് നമ്മുടേതായ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങള്, ചെറിയ സങ്കടങ്ങള്, അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മൾ പരസ്പരം ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കുക എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട സഹപാഠികളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചു. അതില് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കൂട്ടത്തിലുള്ള സൗഹൃദം നിലനിർത്താൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് 2,12,000 രൂപ നമ്മൾ സമാഹരിച്ചു കൊടുക്കുകയുണ്ടായി. കൂടാതെ വേറെ 2 സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം സന്ദർഭം ഉണ്ടായപ്പോൾ അവരെ നമ്മൾ സഹായിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു സഹായം നമ്മൾ കൂടുതൽ സൗഹൃദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായ ഒരു കാര്യങ്ങൾ ചെയ്യാനല്ല. നമുക്ക് വീണ്ടും കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വീഴ്ചയിലും താഴ്ചയിലായിരിക്കുമ്പോൾ അവരെ നമ്മൾ കൈത്താങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ട് സഹായിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കാം എന്ന് ആണ് ഞാൻ പറയുന്നത്. ഇതില് എന്റെ ഒരു ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്കാണ്. അതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതുമായിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസ് സാറിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ,
ബാച്ചിലെ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ തോന്നുന്നത് അന്ന് കഞ്ചേരിയിൽ അല്ലെങ്കിൽ ഭാഷായിരിക്കുന്ന സമയത്ത് കൂട്ടുന്ന ഒരു ക്ലാസ് PTA-യുടെ ഒരു പ്രതീതി എന്നുള്ള തോന്നുന്നതാണ്. കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ് PTA. അപ്പോഴവിടെ നിങ്ങളുടെ കുട്ടികളായിട്ട് 10ാം ക്ലാസ്സില് 11ാം ക്ലാസ്സില് കുട്ടികളായിട്ടിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കള് ചിലപ്പോൾ അധികവും മാതാക്കളാണ് വന്നിട്ടുള്ളത്, ചിലപ്പോൾ മാതാപിതാക്കൾ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അങ്ങനെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ നിങ്ങളിരിക്കുന്നത് പോലെ അധ്യാപകര് കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ച് പഠന കാര്യങ്ങളെ കുറിച്ച് അവഗാഹമായി ചിന്തിക്കുന്ന ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വേള പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. കാരണം ഇവിടെ മുതിർന്ന അന്നത്തെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ കൊച്ചുകുട്ടികളും നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ സ്നേഹം തന്ന അധ്യാപകരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ മനോഹരമായ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമായിരുന്നു. എങ്കിലും ഇന്നിപ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ നാനാതുറകളില് രാജ്യത്തിനകത്തും ആ രാജ്യത്തിന് പുറത്തുമൊക്കെ ആയിട്ട് തുത്യർഹമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. പക്വതയിലെത്തി മിക്കവരും തന്നെ കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങളുടെ മേഖലയിൽ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്നു, അതോടൊപ്പം നിങ്ങളുടെ കുടുംബ കാര്യങ്ങളും നോക്കി പോരുന്ന ഒരു സന്ദർഭം. അങ്ങനെ രാജ്യത്തിനകത്തും പുറത്തുമായൊക്കെ സേവനം ചെയ്യുന്ന തിരക്ക് പിടിച്ച നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇതുപോലൊരു കൂട്ടായ്മ രൂപപ്പെടുത്തി ഈ നല്ലതന്നെ എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്ത് ഒരുമിച്ച് കൂടുവാൻ ഇടയായത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. നിങ്ങളോടൊപ്പം ഇവിടെ ഞങ്ങൾക്ക് സന്നിഹിതരാകാൻ കഴിഞ്ഞതും വളരെ സന്തോഷകരമായ അനുഭവമാണ്. തീർച്ചയായിട്ടും കൂടെ ടീച്ചേഴ്സ് കൂടെ വൈകി കൂടെ എത്തും. നിങ്ങള് നിരാശരാകേണ്ട കാര്യമില്ല. മിക്കവാറും ടീച്ചേഴ്സ് എല്ലാം തന്നെ മുടക്കത്തുണ്ടായെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ അധ്യാപകർ കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നതാണ്. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളോടൊപ്പം ആദ്യമേ മുതലേ തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുത്തൻകുർബാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വൈകുന്നേരം ഞാൻ സാറും കൂടെ പോയി അച്ഛൻ നേരിട്ട് കണ്ട് ആശംസകളൊക്കെ നേരിട്ട് ഞങ്ങൾ രാവിലെ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരെയും കാണാനിടയായ വളരെ സന്തോഷകരമായ അനുഭവമാണ് കാണുകയാണ്. നിങ്ങള് ഇത്രയും വലിയൊരു കൂട്ടായ്മ ഇത്രയും അധികം ആളുകളെ ഒന്നിച്ചിരുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിന് പിന്നിൽ വലിയൊരു അധ്വാനം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സമയമല്ലോ 2015 ആലോചന ആരംഭിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ 2019 അവസാനം പൂർത്തീകരിക്കുന്നത്. കുറെ ആളുകളുടെ നിങ്ങളുടെ സ്നേഹിതരായ കുറെ ആളുകളുടെ വളരെ ശ്രമകരമായ ഒരു പരിശ്രമത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് നാം എല്ലാവരും ഒന്നിച്ചിടയായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ആരംഭം മുതൽ ആത്മാർത്ഥമായിട്ട് എല്ലാത്തിനും പണം ധാരാളമായിട്ട് ചെലവഴിച്ച് അതിനുവേണ്ടി കൂട്ടായ്മ എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ ആളുകളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും അവരോട് നന്ദി പറയുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മ തീർച്ചയായിട്ടും വളർന്ന് വലുതാകണം. വളർന്ന് വലുതായി ഇതുപോലുള്ള ഇടപെടൽ അനുഭവിക്കുന്ന കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു ന്യായമായ ഇടവേളകളിൽ ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ നിങ്ങൾക്ക് വീണ്ടും ചേരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ കേട്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ സാമൂഹിക പ്രതിബദ്ധത നിങ്ങളെ അഭിനന്ദിച്ചേ മതിയാവും. തീർച്ചയായിട്ടും ഈ ഇങ്ങനെ കൂട്ടായ്മ കൂടുന്നതിന് മുമ്പ് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് ഫോണിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വലിയ തുക കളക്ട് ചെയ്യുവാനും നിങ്ങളുടെ ഒരു സഹപാഠിയെ ഒന്നിലധികം സഹപാഠിയെ സഹായിക്കുന്നതും ഒക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നത് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് എന്ന് ഓർമ്മില്ല നമുക്ക് അഭിമാനം പകരുന്ന നിങ്ങളുടെ സമൂഹത്തിൽ മാതൃകയായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ പേരിലും
വ്യാപൃതരാകണം എന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭാവനകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ഉത്തമ മാതൃകയുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നതിന് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ദീർഘമായ പ്രസംഗത്തിനുള്ള വേദിയൊന്നുമല്ല. തീർച്ചയായിട്ടും കുറേയേറെ ആളുകളെ പരസ്പരം പരിചയപ്പെടുന്ന കാണാനായി ക്രിക്കറ്റിലെ ആളുകളെ മാത്രമേ കൂടെ ഉള്ളവരെ വെച്ച് കാണാറുള്ളൂ. ബാക്കി അധികം പേരും അല്ലെങ്കിൽ കൂടെ കാണുന്നവരല്ല. ഇവിടെ കുറെ അധികം ആളുകളെ നേരത്തെ കാണാനിടയായി പരിചയപ്പെടാനിടയായി. തീർച്ചയായിട്ടും നിങ്ങളുടെ സൗഹൃദം സ്നേഹത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വലിയ ഒഫീഷ്യൽ പ്രോഗ്രാമൊന്നുമില്ല. എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന ആ പ്രോഗ്രാമൊക്കെയാണ് കൂടുതലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് സംഘടന പറഞ്ഞത്. തീർച്ചയായിട്ടും എങ്കിലും ഈ കൂട്ടായ്മയ്ക്ക് പ്രോഗ്രാമുകൾ ഔപചാരികമായി എല്ലാവരുടെയും അനുവാദങ്ങളെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒട്ടകം പ്രോഗ്രാമിന് ആശംസ അർപ്പിക്കാനായി ഞാൻ ആദ്യമായി PC ജോസഫ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ സഹപ്രവർത്തകരായ സ്നേഹമുള്ള അനിയന്മാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു മനസ്സ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ജോസാർ പറഞ്ഞതുപോലെ ലിബിൻ തോമസ് കുർബാനയ്ക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങളോടാണ് ആദ്യത്തെ കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് ലിബിന്റെ വീട്ടിൽ തലേദിവസം ഞങ്ങൾ പോവുകയും ഈ പരിപാടിക്ക് വരികയും നിങ്ങളോടൊത്ത് കഴിയുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത് 36-37 വയസ്സുകളിലാണ്. ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ സന്തോഷകരമായ ഒരു അവസ്ഥ. മക്കളെ വളർത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും ഒക്കെ കരുതലോടെ നീങ്ങുന്ന, ഭാവനയോടെ വർദ്ധിക്കുന്ന മനസ്സിന്റെ ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായം 67-68 കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ജീവിതത്തില് ഇനി എന്ത് എന്നതിനെപ്പറ്റി വലിയ ചിന്തയോ ആദിയോ ഇല്ലാത്തവരാണ്. ഞാനാണെങ്കിൽ രാവിലെ ഒരു 5:30 എഴുന്നേക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 6 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് പോകും. തിരിച്ചു വന്നാല് 7:30, വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ കിടക്കുന്നു. അതിനിപ്പുറമായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കുറെ വായിക്കും. ശരിക്കും പറഞ്ഞാല് ഈ പ്രായത്തിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസവും വായനയുമാണ്.
അറിയുന്നില്ല. പലപ്പോഴും സമയം തികയാതെ വരുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരേ സമയം ഒരു 5-8 പുസ്തകങ്ങൾ എന്റെ മേശപ്പുറത്തുണ്ടാവും. ഒരെണ്ണം തീർത്തിട്ട് മറ്റൊരെണ്ണം വായിക്കുക എന്ന് പറയുന്ന ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഓരോ പുസ്തകത്തിലെയും കുറെ ഭാഗങ്ങൾ ദിവസേന എന്നോണം വായിച്ചുകൊണ്ടിരിക്കും. അതിലിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വീണിട്ടും എഴുന്നേറ്റോ. ജീവിതത്തില് വളരെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്ന കുറെ മനുഷ്യരുടെ കഥയാണ്. ആ പുസ്തകത്തിന്റെ കാതിരപ്പുള്ളിൽ വിവരം കിട്ടും. പേരോർത്തിരിക്കാൻ പറ്റുന്നവര് അത് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 2 കൈയിലില്ലാതെ ജീവിതം നയിച്ചവര്, 2 കാലുമില്ലാതെ ജീവിതം നയിച്ചു. ടിവിയില് ഏതാണ്ട് 70-ൽ പരം ചാനലുകളിലെ സുവിശേഷം പ്രസംഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗക എന്നറിയപ്പെടുന്ന ജോയിസ് മേയർ, തമിഴ് മലയാളത്തിലൊക്കെ അവരുടെ പ്രസംഗങ്ങളുടെ വിവർത്തനങ്ങളും നിരന്തരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. 80 വയസ്സുള്ള അവരെ സ്റ്റേജിൽ ഓടി നടന്ന് പ്രസംഗിക്കുന്ന കാഴ്ച ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആ ജോയിസ് മേയറുടെ ജീവിതം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഒരു പട്ടാളക്കാരന്റെ മകളായിട്ട് ജനിച്ചു. പതിനെട്ട് വയസ്സ് വരെ അവര് ആ പട്ടാളക്കാരന്റെ സ്വന്തം പിതാവിന്റെ പീഡനങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞുകൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ജീവചരിത്രങ്ങളിൽ ഒന്ന് അവരുടെ ഈ ജീവചരിത്രമാണ്. അത് കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവായി കിട്ടിയ ആള് അതിലും വലിയ കുറ്റങ്ങൾക്ക് അവളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അരുമശിഷ്യ ഗണമേ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാം അതുപോലെ എന്റെ സഹപ്രവർത്തകരുടെ ഇരിക്കുന്ന സാറുമാർക്കും ആദ്യമായി ഞാൻ ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. യേശുനാഥൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുമക്കളെയും ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ശാന്തിയും സമാധാനവും തരട്ടെ എന്ന മനസ്സുകൊണ്ട് വാക്കുകൾ കൊണ്ട് പറയുന്നു. ഇനി ഞാൻ അധികം കേൾപ്പിക്കുന്നില്ല. എങ്കിലും നിങ്ങളാരും പ്രതീക്ഷിക്കാത്തതായ ഒരു ചെറിയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. അതാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടികളുണ്ട്. അവരിൽ പലർക്കും അറിയാം ക്രിക്കറ്റ് എന്താണ്, ക്രിക്കറ്റ് കളി എന്താണ്. അതാ പ്ലീസ് യു സ്റ്റാൻഡ് അപ്പ്. ക്രിക്കറ്റിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മത്സരം ഏതാണ്? ഏറ്റവും നീളം കുറഞ്ഞ മത്സരം നടക്കുന്നത് 2020. താങ്ക് യു. അപ്പോ ആ 2020 ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 2020 മത്സരം ഒന്ന് കേട്ട് കഴിയുമ്പോഴേ നമ്മൾ ഓർക്കും അതാ 10-20 ഓവർ
ക്രിക്കറ്റ് പന്തും എറിയലും ഒക്കെയാണ്. അതിനേക്കാൾ വലിയ 2020 ലോക ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാൻ പോകുന്ന ഏക 2020, ഇനി ഒരിക്കലും ഉണ്ടാകാത്ത 2020 വരികയാണ്. അടുത്ത ബുധനാഴ്ച ആരംഭിക്കുകയാണ് ന്യൂ ഇയർ 2020. അങ്ങനെ ഒരു 2020 ഇനി വരികയില്ല, വരാനും പോകുന്നില്ല. അതിന്റെ ആ 2020 366 ഓവറുകളാണ്, 366 ദിവസങ്ങളാണ്. ആ 66 ദിവസങ്ങളിൽ നമ്മള് ഒരു ക്രിക്കറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ബാറ്റുകളുണ്ട്, ബോളർമാരുണ്ട്, ഫീൽഡേഴ്സ് ഉണ്ട്, അമ്പയറുണ്ട്, കമന്റേറ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ജോലിയാണ് ഈ 366 ദിവസവും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ അങ്ങനെ ആ 2020 എന്ന പുതുവർഷം നിങ്ങൾ വളരെയധികം വിജയിക്കട്ടെ. എല്ലാവർക്കും പുതുവർഷത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്റെ പഴയ പിന്നെ മുൻപിലിരിക്കുന്ന കാലം കുറേയായി വളരെയേറെ മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ ആ പഴയ രൂപവും ഭാവവും അദ്ദേഹം കണ്ണുകളിൽ കുസൃതികളിൽ തമാശകളിൽ ചില വഴക്കുകളിൽ ഞങ്ങളുടെ സഹായികളിൽ നോക്കി കേട്ട് സ്കൂൾ പരിസരത്തോട് ഓടി നടക്കുന്ന നിങ്ങളുടെ ആ ബാല്യകാലം എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അങ്ങനെ പ്രായമായി ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പഴയ രൂപഭാവവും ഒക്കെ മാറി നിങ്ങൾ വിവാഹിതരായി, മക്കളായി, ഉയര ഉദ്യോഗത്തിലായി, ചുമതലയിലായി, ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ കാര്യബോധത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതിന് ഊർജവും ശക്തിയും കിട്ടിയത് നിങ്ങളുടെ കലാലയങ്ങളിൽ നിന്നിരിക്കുക. ഞങ്ങളുടെ ഇപ്പോഴുള്ള സാധാരണ അധ്യാപകരുടെ ഉപദേശവും ശാസനയും ശിക്ഷണമൊക്കെയാണ് ഞാനത് അറിയാൻ കാരണം എന്റെ ചെറുപ്പകാലത്ത് അധ്യാപകർ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങളൊക്കെ എങ്ങനെയുള്ള ചില വിളിപ്പുകളിലെയും ചിന്തകളെയൊക്കെ മാറ്റി ഒരു മനുഷ്യനായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. ആ പഴയ കുഞ്ഞുങ്ങളെ ആ രൂപത്തിലെല്ലാം കാണുന്നത് നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുക, അതാണ് അധ്യാപകരുടെ സുഖാരമായ ഞാന് 31 വർഷം ജോലി ചെയ്ത അതിൽ 15 കൊല്ലം എറണാകുളത്തായിരുന്നു. ബാക്കി ഇവിടെ ഒരു മാസത്തിൽ ഞാൻ എറണാകുളം വരെ കല്യാണത്തിന് അങ്ങനെ പോയിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് പ്രായമായ പല വരും സാറിനെയും ചേർന്ന് പരിചയപ്പെടുന്നത്. ഞാൻ ഓർമ്മിക്കുന്നു പോയിരുന്നു. അപ്പോൾ സാറിനെ ഇന്ന വർഷം പഠിക്കുന്ന സാറ് ഞാൻ കോളേജിൽ അധ്യാപകനാണ്, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റാണെങ്കിൽ പലരും പറയും ഒരു കുട്ടി ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ സുഖം. നിങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സൊക്കെ വളരെ സന്തോഷം. എന്റെ മക്കളെ നിങ്ങൾ ഞാൻ ഇന്നലെ കണ്ടിട്ട് എന്റെ 3 മക്കളുടെ 3 പേര് സെന്റ് ആൻസി സ്കൂളിൽ പഠിച്ചു പോയതാണ്. ഞാൻ പഠിപ്പിച്ചത് വളരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോലെ മാത്രമേ ഞാൻ നിങ്ങളെ കേട്ടിട്ടുള്ളൂ. ഈ സുഖം ഞാൻ വന്നി എനിക്ക് പറയാം. എന്റെ
വർഷമായി കമ്മ്യൂണിറ്റിയെ ചെറുതായിരുന്നു ഞാൻ ഉപേക്ഷിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി ഒന്നും ഞാൻ ഒഴിവാക്കാം, അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമുമായി പോകും. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. ആ ഒരിക്കൽ മാത്രമുള്ള ആ ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പലതും കഴിയും. ഞാൻ പലരോടും ചോദിച്ചു, നല്ല നിലയിൽ കാണുന്നതാണ്. അത് കേട്ടത് എനിക്ക് വളരെ സന്തോഷമാണ്. പറയുന്നുണ്ട്, എറണാകുളത്ത് പറയുന്നുണ്ട്. അത് എറണാകുളത്ത് കുറെ തീരത്തിൽ പ്രമോട്ടിലേക്ക് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ കണ്ണൂർ സ്കൂളാണ് തുടങ്ങിയത്. അത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ PSC സ്കൂളിൽ ജോലി ഉണ്ടെന്ന് ഞാൻ വിടിയില്ല. അതിന് മുമ്പ് പാലായിൽ സ്കൂളിൽ പഠിപ്പിച്ചു. അത് 5 വർഷം പഠിപ്പിച്ചതിന്റെ ഏക എന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ 100 രൂപ ഇന്റർവ്യൂ ഉണ്ട്. ആ 12 പോസ്റ്റുണ്ട്. ഞാൻ ഇന്റർവ്യൂ ചിരിക്കല്ലൂർ എന്നാൽ PSC കൊണ്ടാണ് ഇന്റർവ്യൂ നടത്താനുള്ളത്. എന്നോട് ചോദിച്ചു, ഇപ്പൊ ജോലിയുണ്ടോ? ജോലിയില്ല. ജോലി കാണുമ്പോൾ രേഖയുണ്ടല്ലോ. ഞാൻ അത് ജോലി രാജിവെച്ചത്. ജോസാറ്, സാർ, എഴുപത്തി സാർ, ഇബ്രാഹിം സാർ, ഇബ്രാഹിം തോമസ് സാർ, ജെറോം സാർ, ജോസ്ഫിയേട്ട, ചാവജ, പ്രിയ പൂർവ്വവിദ്യാർത്ഥി. ഇപ്പോ ഞാൻ വരുന്നത് നമ്മുടെ ഒരു പൂർവ്വവിദ്യാർത്ഥിയുടെ ഉത്തര കുർബാനയുടെ ആരംഭത്തിൽ നിന്നാണ്. അവിടെ നിന്ന് അടുത്ത സമ്മേളനത്തിലേക്ക് വന്ന താമസം. എന്തായാലും ഇതിന് ഒത്തിരി പേരെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് ജെറോം സാറിനൊക്കെ ഏറ്റവും സന്തോഷം, പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരെ കാണുക എന്നുള്ളത് ഇങ്ങനെയുള്ള വേദിയെ കാണാൻ പറ്റുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ജീവിത വഴിയിൽ ഒത്തിരി കടന്നുപോയി, ഇനിയും ഒത്തിരി കടന്നു പോകാനുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് മക്കളും ഒക്കെയായി കുറെ ഇപ്പോ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾ കുറെ ഇപ്പോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒത്തിരി പേരെ വഴിയിൽ വെച്ചൊക്കെ കാണാറുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും നേരാൻ നിയോഗിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ നേരുന്നു. നന്ദി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സെന്റ് ആൻഡ്രൂസില് വന്ന വർഷമാണ് ഞാനും അവിടെ എത്തിയത്. നിങ്ങൾ 95-ലാണ് നടത്തിയിരിക്കുന്നത് അല്ലേ? ആ വർഷം തന്നെയാണ് ഞാൻ അവിടെ എത്തിയത്. ഞാനിപ്പോൾ സ്റ്റാഫ് റൂമില് 3ാമത്തെ തലമുറ ടീച്ചേഴ്സിനോടായിരിക്കുന്നു. എന്റെ ആദ്യത്തെ തലമുറ. അത് കഴിഞ്ഞ് ഞാൻ മാനസിക സാർ, വെല്ലി സാർ, ഞങ്ങളൊക്കെ എഴുതിയപ്പോൾ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കൂടാതെ ഇപ്പൊ അവിടെ അധ്യാപകരായിട്ടുണ്ട്, ക്ലർക്കുണ്ട്. ഇങ്ങനെ 3 തലമുറകളോട് ഇരിക്കുന്നു. ഈ വലിയ താമസമില്ല റിട്ടയർ ചെയ്ത് ഞാൻ ഈ സീറ്റിലേക്ക് മാറാനുള്ള സമയമായിരുന്നു. എല്ലാവരും കണ്ടേ സന്തോഷം. നമുക്കറിയാം, നിങ്ങള് ഓരോരോ ജീവിത ബന്ധാവില് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ നമ്മൾ അവിടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അവര് ഞങ്ങൾ അന്ന് തല്ലിയപ്പോൾ ഞങ്ങളോട് വലിയ വിരോധം വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെ കൊണ്ട് ചേർന്ന് പറയുന്നത് എന്താണെന്നറിയോ, അതുപോലെ തന്നെ ഇവരെ പോയിട്ടോളാം. അപ്പൊ അത് പിന്നീട് അവർക്കത് മനസ്സിലായത് അന്ന് ഞങ്ങൾ ചെയ്തതിന്റെ പല നല്ലതായിരുന്നില്ലെന്ന് മനസ്സിലായി. അതൊരു കഥ പറയുന്നത്, നമ്മള് ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ മെച്ചപ്പെടാൻ ശ്രമിക്കുക. അതിനൊരു കഥയിലാണ്. ഒരു മല്ലയുദ്ധ പോരായി മത്സരം നടക്കുക. വർഷങ്ങളായി ഒരാൾ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്നു.
അത് കഴിഞ്ഞ് ഫൈനലായി. ഫൈനലിൽ ഏറ്റുമുട്ടാൻ വന്ന ആള് സ്ഥിരമായിട്ട് ജയിക്കുന്നതിൽ ഒരാള്, എതിരായിട്ട് വന്നിരിക്കുന്ന ഒരു പുതുമുഖമാണ്. അദ്ദേഹത്തെ ആർക്കും അറിയത്തില്ല. മത്സരം ആരംഭിച്ചു. മത്സരം പൂർത്തിയായപ്പോൾ എന്ന് ജയിച്ചുകൊണ്ടിരുന്ന ആള് പോകും. അപ്പോൾ അവിടെ ഇരുന്ന ഓഡിയൻസ് എല്ലാം കൂടെ ആ മനുഷ്യനെ പോകാൻ തുടങ്ങി. ഇത്രയും നാളെ ജയിച്ച ആള് തോറ്റുപോയപ്പോൾ പുതിയ ആൾക്ക് ജയി പിടിക്കാൻ തുടങ്ങി. വിഷമത്തോടെ നിന്ന് ആ മനുഷ്യൻ ചെയ്തു, ഈ ജയിച്ച ആളെ വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് പുതിയ ജേതാവ് എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങളെല്ലാം തിരിച്ച് ഇയാൾക്ക് കൈയടിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിൽ എത്തിച്ചേരും, പല പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ എല്ലാം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ടിരിക്കാനായിട്ടുള്ള സഹായം ചെയ്യുന്നുണ്ട്. നല്ല അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.